അവൻ ജനിച്ചത് കൊനഹ എന്ന ഗ്രാമത്തിലായിരുന്നു. പക്ഷെ ലോകം അവനെ സ്വീകരിച്ചില്ല. അവന്റെ ശരീരത്തിനുള്ളിൽ മുദ്രയിട്ടിരുന്നത് നയൻ ടെയിൽ ഫോക്സ്. ഗ്രാമം അവനെ ഭയന്നു, അവനെ വെറുത്തു. പക്ഷെ അവൻ ചിരിച്ചു. ഒരു നാൾ കൊനഹ വില്ലേജിലെ ഉക്കാകയാകുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞു നടന്നു. പക്ഷെ ലോകം അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവന്റെ സ്വപ്നത്തെ അവൻ കൈവിട്ടില്ല. ഓരോ തോൽവിയും അവന്റെ കരുത്തായി മാറി. ഓരോ കണ്ണുനീരും അവന്റെ പ്രതിജ്ഞയായി മാറി. ഒറ്റപ്പെട്ട കുട്ടിയായി തുടങ്ങിയ അവൻ സമസ്ത ശിനോബികളുടെ ഹൃദയം കുലുക്കിയ ഒരു പോരാളിയായി മാറി. ഞാൻ ഒരിക്കലും ഓടി മാറില്ല, എന്റെ കൂട്ടുകാരൊരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. അതാണ് അവന്റെ വാക്കുകൾ. അത് തന്നെയാണ് നറൂട്ടോ ഉസുമാക്കിയുടെ ആത്മാവും. അവൻ പോരാടി വിധിക്കെതിരെ, വെറുപ്പിനെതിരെ, ലോകത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഇരുട്ടിനെതിരെ അവൻ പോരാടി. മരിച്ചുപോയവരെയും വഞ്ചിച്ചവരെയും അവൻ തന്റെ മനസ്സുകൊണ്ട് മാറ്റി. കാരണം അവൻ വെറും ഒരു നെഞ്ചയല്ല, അവനൊരു വിശ്വാസമാണ്. അവൻ വീണു, എണീച്ചു, വീണ്ടും വീണു. അവൻ തെളിയിച്ചു, കുറഞ്ഞവനെന്ന വാക്ക് ലോകം പറയട്ടെ, പക്ഷെ എന്നെ താഴെയാക്കാൻ ആർക്കും കഴിയില്ല. അവന്റെ പേര് നറൂട്ടോ ഉസുമാക്കി. ഉക്കാഗ ആയിട്ടും ഇപ്പോഴും അവന്റെ കണ്ണുകളിൽ ആ തീയുണ്ട്. കാരണം അവൻ ഉക്കാഗ ആവാൻ വേണ്ടി മാത്രം ജനിച്ചതല്ല, ലോകത്തെ തന്നെ മാറ്റാൻ വേണ്ടിയാണ് അവൻ പിറന്നത്. കൊൻഹ ഗ്രാമം ഇരുട്ടിന്റെ പിടിയിലായിരുന്നു. ഭൂമി നടുങ്ങിപ്പോയി, ആകാശം പൊട്ടിപ്പോയി, ഗ്രാമം തീയിൽ മുങ്ങിപ്പോയി. 9 വാലുകളിലെ ഭീകരമൃഗം ഖുറാമ കൊനഹയുടെ ഹൃദയത്തിലേക്ക് പറന്നു വന്നു. ഗ്രാമവാസിയുടെ നിലവിളി ആകാശം കീറിപ്പൊട്ടിച്ചു. ആ ടൈൽഡ് ബീസ്റ്റായ ഖുറാമയെ നേരിടാൻ 3ാമത്തെ ഉക്കാഗ വന്നെങ്കിലും 4ാമത്തെ ഉക്കാഗ മിനാട്ടോ അത് തന്റെ ദൗത്യമാണെന്ന് പറഞ്ഞ് കൊനഹ വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടി ഖുറാമ എന്ന ലയൺ ടെയിൽ ബീസ്റ്റിനെ മിനാറ്റോ നേരിട്ടു. മിനാറ്റോ മനസ്സിലാക്കി ഈ പോരാട്ടം ജയിക്കാൻ ജീവൻ കൊടുക്കേണ്ടി വരുമെന്ന്. ഇത് തന്നെയായിരുന്നു അവന്റെ തീരുമാനവും. ഖുറാമയെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷെ അതിനെ സീൽ ചെയ്യാൻ കഴിയും. അങ്ങനെ മിനാറ്റോ അപ്പോൾ ജനിച്ചു വീണ തന്റെ മകനായ നറൂട്ടോന്റെ മേലിൽ ഖുറാമനെ സീൽ ചെയ്തു. മിനാറ്റോ അവന്റെ കുഞ്ഞിനോട് പറഞ്ഞു, നീ ജനിക്കുന്ന നിമിഷം തന്നെ നിന്റെ ഉള്ളിൽ അതിശക്തിയുണ്ട്, അത് ഒരിക്കൽ ഈ ലോകത്തെ മാറ്റുമെന്ന് മിനാറ്റോ നറൂട്ടോട് പറഞ്ഞു. എന്നിട്ട് മിനാറ്റോവും കുഷീനയും എന്ന മാതാപിതാക്കൾ തങ്ങളുടെ ജീവൻ ത്യജിച്ചു. പക്ഷെ അവരുടെ പുത്രൻ ജീവിച്ചു, നറൂട്ടോ ഉസുമാക്കി. അവൻ ജനിച്ചത് സ്നേഹം കിട്ടേണ്ട ദിനത്തിൽ അവൻ ഒറ്റപ്പെട്ടവനായി. ഗ്രാമം രക്ഷിക്കാൻ തന്റെ ഉള്ളിൽ മുദ്രയിട്ട ഭീകരനെ കാണുമ്പോൾ ഗ്രാമവാസികൾ അതൊരു കുഞ്ഞല്ല, അതൊരു ശാപമായിരുന്നു. നറൂട്ടോക്ക് മാതാപിതാക്കളില്ല, സുഹൃത്തുക്കളുമില്ല, ശൂന്യമായ റൂമും ഒറ്റപ്പെട്ട ഹൃദയവുമായിരുന്നു നറൂട്ടോന്റെ കയ്യിലുണ്ടായിരുന്നത്. അവൻ ആഗ്രഹിച്ചത് വെറും ഒരു കാര്യം, ആരെങ്കിലും ഒരാൾ അവനെ തിരിച്ചറിയണം. പക്ഷെ ലോകം അവനെ വെറുത്തു. എങ്കിലും അവന്റെ ചിരി മാഞ്ഞില്ല. അവൻ എല്ലാവരുടെ മുമ്പിലും സന്തോഷവാനായി കാണിച്ചു. കാരണം അതിന്റെ പിന്നിൽ ഒളിച്ചിരുന്നത് ആ വേദനകൾ മറക്കാനുള്ള ഒരു ആയുധമായിരുന്നു. കാലം കടന്നപ്പോൾ അവൻ കണ്ടുമുട്ടി കുറച്ചു പേരെ. ഹിറൂക്ക സെൻസെ അവനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നറൂട്ടോ, നീ ഒരിക്കലും വെറുക്കപ്പെട്ട കുട്ടിയല്ല, നീ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണെന്ന്. ഇന്ന് നറൂട്ടോന്റെ ഹൃദയത്തിൽ പുതിയൊരു തീ പിറന്നു. നറൂട്ടോ മനസ്സിലാക്കി, ഒരാളെങ്കിലും തന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജീവിതം പോരാടാൻ വിലയുണ്ട്. അങ്ങനെ അവനൊരു സ്വപ്നം കണ്ടു, ഞാൻ ഒരിക്കൽ ഒരു ഉക്കാഗയാകും. ഒരു ഗ്രാമത്തെ നയിക്കാനുള്ളതല്ല, ഒരു ഗ്രാമത്തിന്റെ ഹൃദയം നേടാനുള്ളതാ. ദിവസവും രാത്രിയിലും പരിശീലനം, തോൽവികളും വേദനകളും പരാജയങ്ങളും. പക്ഷെ അവനൊരിക്കലും നിർത്തിയില്ല. കാരണം ഓരോ വീഴ്ചയും അവൻ കൂടുതൽ ശക്തനായി. നറൂട്ടോ ഉസുമാക്കി ഏറ്റവും മികച്ച ജിഞ്ചുരുക്കി, ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഉക്കാഗെ.